So, good evening to you all. So, in today's class, we will be discussing basically about finite fields. So, we are going to see the structure of finite fields as well as a result that there is exactly one finite field of order p power n for a prime p and positive integer n. Okay, അതായത് ഒരു പ്രൈം p എടുക്കുക ആൻഡ് n is a positive integer എടുക്കുകയാണെങ്കിൽ p raised to n ഓർഡർ ഉള്ള ഒരു ഫീൽഡ് വിൽ ബി ഇൻ എഫക്റ്റ് ഈ ഒരു സെക്ഷൻ കഴിയുമ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തതാണ് ശരിക്കും. അതായത് ദർ ഈസ് എക്സാക്ട്ലി one finite field up to isomorphism of order p power n. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലുള്ള മെയിൻ എയിം. നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞാൽ മെയിൻ ടേക്ക് അവേ എന്ന് പറഞ്ഞത് ശരിക്കും ഈ ഒരു സെക്ഷന് ഇതാണ്. അതായത് ഏതൊരു പി പ്രൈം എടുത്താലും അതുപോലെ n ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എടുത്താലും പി പവർ എൻ ഓർഡർ വരുന്ന ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പി പവർ എൻ ഓർഡർ വരുന്ന ഫീൽഡ്സ് ഉണ്ടെങ്കിൽ, ഒന്ന് കൂടുതൽ ഫീൽഡ്സ് ഉണ്ടെങ്കിൽ എല്ലാം ഐസോമോർഫിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സിസ്റ്റൻസും പറയും, അതിൻ്റെ സ്ട്രക്ചറും ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലുള്ള ബേസിക് വർക്ക്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ നോക്കാം, സ്ട്രക്ചർ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഫൈനൈറ്റ് ഫീൽഡ്സിൻ്റെ. സോ അതിൻ്റെ വേണ്ടി നമ്മൾ ഫസ്റ്റ് വിൽ ബി ഡിസ്കസിങ് വൺ തിയറം. ലെറ്റ് മീ റൈറ്റ് ദറ്റ് തിയറം. തിയറം പറയുന്ന ഇതാണ്. സോ ലെറ്റ് ഇ ബി എ finite extension of degree n over a finite field f, and if f has q elements, then E has q raised to n elements. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. സോ ഗിവൺ ദാറ്റ് E is a finite extension of degree n over a finite field f. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ f ഒരു ഫൈനൈറ്റ് ഫീൽഡാണ്. ഓക്കെ, ഫൈനൈറ്റ് എലിമെൻറ്റ്സ് ഉള്ളൂ, അതിൻ്റെ അകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സേ ഉള്ളൂ. And E is a finite extension of degree n over that particular field. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓവർ എ ഫീൽഡ് എഫ് എന്ന് പറയാം? അതായത് ഇ ഓവർ എഫ് ഒരു വെക്ടർ സ്പേസ് ആണ്. ഇ ഓവർ എഫ് ഈസ് എ വെക്ടർ സ്പേസ് വിത്ത് ഡയമെൻഷൻ ഓഫ് ഇ എന്ന് പറയുന്നത് എന്താ വരിക? n വരും. ഇതിൽ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇ പവർ എഫ് ഡിഗ്രി ഈസ് ഈക്വൽ ടു n, ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇ ഈസ് എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ക്യാപിറ്റൽ എഫ് വിത്ത് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഡയമെൻഷൻ n ആണ്. നമുക്ക് എന്ത് പറയാം, ഒരു ബേസിസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ലെറ്റ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ബി എ ബേസിസ് ഫോർ ഇ ഓവർ എഫ്. ഓക്കെ, ഇ ഓവർ എഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ആണ് നമ്മളെ ബേസിസ് എന്ന് എടുക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു എലിമെൻറ്റ് നമ്മൾ ബി നമ്മൾ ഇന്ന് എടുക്കുകയാണെങ്കിൽ, അതായത് ഇഫ് യു ടേക്ക് ഇഫ് ബി ബിലോങ്സ് ടു ഇ, ദെൻ വി ക്യാൻ എക്സ്പ്രസ് ബി യുണീക്ക്ലി, ബി അല്ല ബീറ്റ, വി ക്യാൻ എക്സ്പ്രസ് ബീറ്റ യുണീക്ക്ലി ആസ് b1 ആൽഫ 1 എക്സെട്ര b2 ആൽഫ 2 എക്സെട്ര പ്ലസ് bn ആൽഫ n. ഈ റെപ്രസെൻറ്റേഷൻ യുണീക്ക് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം അങ്ങനെയെങ്കിൽ ഇവിടെ ബി ഐസ് എവിടെ നിന്ന് എടുക്കുന്നത്? നമ്മൾ ബി ഐസ് ബിലോങ്സ് ടു എഫ്.
അല്ലേ? ബി ഐ ബിലോങ്സ് ടു എഫ് ആണ്. എഫ് ഫൈനൈറ്റ് ഫീൽഡ് ഓഫ് ഓർഡർ എത്ര പി ആണ് അല്ലെ, ക്യൂ ആണ്. ഓക്കെ, ആൻഡ് ബി ഐ ബിലോങ്സ് ടു എഫ് ആൻഡ് ഓൾസോ F has order, number of elements in F is basically Q. അപ്പോൾ ഈ ബി ഐസിന് ശരിക്ക് ഈ ഏത് ക്യൂ എലിമെൻസും എടുക്കാം അല്ലേ? ഓരോ ഇപ്പോൾ B1 വേണമെങ്കിൽ ഫസ്റ്റ് എലിമെൻറ്റ് എടുക്കാം, സെക്കൻഡ് എലിമെൻറ്റ്, അങ്ങനെ ക്യൂ എലിമെൻറ്റ്സ് ഉണ്ട്, അതിൽ ഏത് വേണമെങ്കിലും എടുക്കാം അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈച്ച് ഓഫ് ദി ബി ഐസിന് ക്യൂ ചാൻസസ് ഉണ്ട് അവിടെ, ക്യൂ കേസസ്, ക്യൂ എലിമെൻറ്റ്സ് അവിടെ ചൂസ് ചെയ്യാൻ പറ്റും ഈച്ച് ബി ഐ. B1 ഇപ്പോൾ ഏത് ക്യൂ വേണം ചൂസ് ചെയ്യാം, B2 വരുന്ന എൻട്രിക്ക് ഏത് ക്യൂ വേണം ചൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ടോട്ടൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ? എത്ര എലിമെൻറ്റ്സ് കിട്ടും അങ്ങനെയാണെങ്കിൽ? എത്ര റെപ്രസെൻറ്റേഷൻസ് കിട്ടും അവിടെ? അപ്പോൾ അതായത് ഇവിടെ നിങ്ങളിപ്പം B1 B2 സെക്ടർ BN എല്ലാം ഫസ്റ്റ് എൻട്രി ഒരു എലിമെൻറ്റ് എടുത്തു വെച്ചു, സപ്പോസ് F എന്ന് ഫസ്റ്റ് എലിമെൻറ്റ് എടുത്തു വിചാരിക്കാം. അപ്പോൾ F1 F2 എക്സെട്ര FQ ആണ് നമ്മൾ ഇതിലുള്ള എലിമെൻറ്റ്സ് എന്ന് വിചാരിക്കാം. ക്യൂ എലിമെൻറ്റ്സ് ക്യാപിറ്റൽ Fലുള്ള എല്ലാത്തിനും F1 എടുത്താൽ നിങ്ങൾക്ക് ഒരു ബീറ്റ കിട്ടും. നിങ്ങൾ F1 എല്ലാത്തിനും F2 എടുത്താൽ നിങ്ങൾക്ക് വേറെ ബീറ്റ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഈ എല്ലാ പോസിബിലിറ്റീസും എക്സോസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് B1 എടുക്കാൻ പറ്റുന്ന എല്ലാ പോസിബിലിറ്റീസും, B2 എടുക്കാൻ പറ്റുന്ന എല്ലാ പോസിബിലിറ്റീസും, BN എടുക്കാൻ പറ്റുന്ന എല്ലാ പോസിബിലിറ്റീസും വെച്ച് എല്ലാ എലിമെൻറ്റ്സും ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈയിലുള്ള എല്ലാ എലിമെൻറ്റ്സും കിട്ടില്ലേ? ഈയിലുള്ള എല്ലാ എലിമെൻറ്റ്സും കിട്ടും. അപ്പോൾ ടോട്ടൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ടാവും ഈയിൽ? ദെയർഫോർ E ഹാസ് എത്ര എലിമെൻറ്റ്സ് ഉണ്ടാവും? Q റേസ് ടു n എലിമെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, Q റേസ് ടു n എലിമെൻറ്റ്സ് ഈയിലുണ്ടാവും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് വെക്ടർ സ്പേസ് ആണ്, വെക്ടർ സ്പേസ് ഓവർ F ആണ് വരിക. ഈ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓവർ F ആയതുകൊണ്ട് ഈ വെക്ടർ സ്പേസ് ഓവർ F ആണ്. അപ്പോൾ ബേസിസ് ഉണ്ടാവും. ഈ ഓരോ എലിമെൻറ്റും നമ്മൾ ഈ നിരത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ യുണീക്ക് ആണ്. ആൻഡ് ഈ ഓരോ ബി ഐസിനും ക്യൂ ചാൻസസ് ഉണ്ട് എടുക്കാൻ, ക്യൂ പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഓരോ എഫ് ഐസ് കൊടുത്ത് എഴുതുന്ന ഓരോ എൻട്രീസും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എത്ര എലിമെൻറ്റ്സ് കിട്ടും? മൊത്തം ക്യൂ റേസ് ടു n എലിമെൻറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈൻ്റെ ഓർഡർ ക്യൂ റേസ് ടു n കിട്ടുക. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഡിഗ്രി n ഓവർ ഫീൽഡ് F ആണ്. Fന് ക്യൂ എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ എത്ര എലിമെൻറ്റ്സ് ഉണ്ടാവും? ക്യൂ റേസ് ടു n എലിമെൻറ്റ്സ് ഈയിലുണ്ടാവും. അതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു ഇംപ്ലിക്കേഷൻ. ഓക്കെ, ഇനി ഈ ഒരു റിസൾട്ടിനൊരു ഇമ്മീഡിയറ്റ് കൊറോളറി ഉണ്ട്. അതെന്താ സ്റ്റേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇഫ് E ഈസ് എ ഫൈനൈറ്റ് ഫീൽഡ്, ഓക്കെ, E ഈസ് എ ഫൈനൈറ്റ് ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് P, ഈ ഒരു ഫൈനൈറ്റ് ഫീൽഡാണ്, ക്യാരക്ടറിസ്റ്റിക് P ആണ്, then E contains exactly P raised to n elements, E contains exactly P raised to n elements for some positive integer n. അതായത് ഈ ഒരു ഫൈനൈറ്റ് ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് P ആണെങ്കിൽ അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ സം P പവർ n ആയിരിക്കും, വേർ n ഇസ് സം പോസിറ്റീവ് ഇൻറ്റിജർ. എന്താ നമുക്കറിയില്ല, പക്ഷേ ആ ഒരു ഫോമിലേക്ക് ഉണ്ടാവും. അത് ഏത് ഫൈനൈറ്റ് ഫീൽഡ് നിങ്ങൾ എടുത്താലും ക്യാരക്ടറിസ്റ്റിക് P എടുത്താലും അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ P പവർ n ആയിരിക്കും. അപ്പോൾ അതാണ് ഈ റിസൾട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൂഫ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്രൂഫിൽ നമുക്ക് തന്ന കാര്യം എന്തൊക്കെയാണ്? അപ്പോൾ ഈ ഒരു ഫൈനൈറ്റ് ഫീൽഡാണ്. ഓക്കെ, അപ്പം ഓർഡർ ഓഫ് E ഈസ് ആക്ച്വലി ഫൈനൈറ്റ്. E ഈസ് എ ഫൈനൈറ്റ് ഫീൽഡ് തന്നിട്ടുണ്ട്, ഗിവൺ. പിന്നെന്താ, ക്യാരക്ടറിസ്റ്റിക് ഓഫ് E എന്ന് പറഞ്ഞാൽ P ആണ്. അതായത് നിങ്ങൾക്കറിയാം എന്താണ് ക്യാരക്ടറിസ്റ്റിക് എന്ന്. ഓക്കെ, ഇനി ദെൻ E contains exactly P power n elements for some positive integer n എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളൊരു റിസൾട്ട് പ്രൈം ഫീൽഡ്സ് എന്ന സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഫീൽഡ് എടുക്കുകയാണെങ്കിൽ ആ ഫീൽഡിന് ഒന്നുകിൽ ആ ഫീൽഡിന് ക്യാരക്ടറിസ്റ്റിക് P ആയിരിക്കും, അതിനൊരു സബ് ഫീൽഡ് ഐസോമോർഫിക് ടു ZP ഉണ്ടാവും. ഇല്ലെങ്കിൽ ആ ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് 0 ആയിരിക്കും, അതിനൊരു സബ് ഫീൽഡ് ഐസോമോർഫിക് ടു Q ഉണ്ടാവും. ഈ ZPനെയും Q നമ്മൾ പ്രൈം ഫീൽഡ്സ് എന്ന് വിളിക്കാം അല്ലേ? ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പം ഈ കേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് E ഈസ് എ ഫൈനൈറ്റ് ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് P.
അപ്പോൾ ഈസ് എ ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് പി. അങ്ങനെയാണെങ്കിൽ ബേസിക്കലി അതിനെന്തുണ്ടാവും, അതിന് ശരിക്ക് അത് അങ്ങനത്തെ ഒരു ഫീൽഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി അതിനൊരു സബ് ഫീൽഡ് ഐസോമോർഫിക് ടു സെഡ് പി ഉണ്ടാവും. ഓക്കെ, സോ ദർ എക്സിസ്റ്റ് എ സബ് ഫീൽഡ് എഫ് ഓഫ് ഇ ഐസോമോർഫിക് ടു ഇസെഡ് പി അല്ലേ, ഐസോമോർഫിക് ടു ഇസെഡ് പി ഒരു സബ് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും, ഇ ഈസ് ആക്ച്വലി എൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ് എന്ന് പറയാം. റൈറ്റ്, ഇ ഈസ് എൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ് എന്ന് പറയാം. അതായത് ഇൻ്റെ ഒരു സബ് ഫീൽഡാണ് എഫ്. സോറി, ഓക്കെ, അതായത് ഇ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള ഫീൽഡിൻ്റെ ഒരു സബ് ഫീൽഡാണ് എഫ്. ഇറ്റ് ഈസ് ഐസോമോർഫിക് ടു ദിസ് എഫ് ഈസ് ഐസോമോർഫിക് ടു ഇസെഡ് പി. ഓക്കെ, അപ്പം നമുക്കറിയാം ഒരു ഫീൽഡ് നിങ്ങൾ എടുക്കുക, ഓവർ സബ് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ അതൊരു വെക്ടർ സ്പേസ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ നിങ്ങൾ ഫീൽഡ് എടുക്കുക, ഈ ഒരു ഫീൽഡ് എടുക്കുക, എഫ് അതിൻ്റെ സബ് ഫീൽഡ് ആണെങ്കിൽ ഇ ഓർ എഫ് ഈസ് എ വെക്ടർ സ്പേസ്. അത് നമുക്കറിയാം, അത് ഏത് നിങ്ങൾ ഫീൽഡ് എടുത്താലും അത് ട്രൂ ആണ് അല്ലേ. വി നോ ദാറ്റ് ഇ ഓവർ എഫ് ഈസ് എ വെക്ടർ സ്പേസ്. ഓക്കെ, അപ്പം ഇ ഓർ എഫ് ഒരു വെക്ടർ സ്പേസ് ആണ്, ഈ ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണ്. ഓക്കെ, അപ്പോൾ ഒബിയസ്ലി എഫും ഫൈനൈറ്റ് ഫീൽഡ് ആയിരിക്കണം അല്ലേ. ഇൻ്റെ സബ് ഫീൽഡ് ആണല്ലോ എഫ്, അപ്പോൾ അതൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എഫിലും ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഇ ഓവർ എഫ് വെക്ടർ സ്പേസും ആണ്, ഇയും എഫും ഫൈനൈറ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഡയമെൻഷൻ ഓഫ് ഇ എന്ന് പറഞ്ഞ സാധനം നമുക്കൊരു ഫൈനൈറ്റ് നമ്പർ കിട്ടും. സി നമ്മൾ അതിനെ എൻ എടുക്കാമെന്ന് വിചാരിക്കുക. സപ്പോസ് ഡയമെൻഷൻ ഓഫ് ഇ ഓവർ എഫ് ഒരു ഫൈനൈറ്റ് നമ്പർ കിട്ടും, സി എൻ. അപ്പോൾ എന്ത് പറയാം, അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് വെച്ചാൽ ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്താ വിളിക്കാം, ഇ ഈസ് എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് നമ്മൾ വിളിക്കും. ദെയർഫോർ ഇ ഈസ് എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണ് വിത്ത് സേ ഡിഗ്രി എൻ അല്ലെങ്കിൽ സേ ഡയമെൻഷൻ എൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, അതെ, നമ്മൾ തൊട്ടുമുമ്പ് പ്രൂവ് ചെയ്ത ആ റിസൾട്ട് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടും, ഇപ്പോൾ സപ്പോസ് ഈ ഡിഗ്രി എൻ നമ്മൾ എടുത്തിരിക്കുന്നത്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഓർഡർ എന്ത് കിട്ടും, എഫ് ഓർഡർ ഓഫ് എഫ് പവർ പി, സോറി ഓർഡർ ഓഫ് എഫ് പവർ എൻ കിട്ടും അല്ലേ. എത്ര എലിമെൻറ്റ്സ് അവിടെ ഉണ്ടാവും, ഇയിലുണ്ടാവും. അതായത് നമ്മൾ തൊട്ട് മുമ്പത്തെ റിസൾട്ട് ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. അവിടെ നമ്മൾ ക്യൂ എലിമെൻറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു എഫിൽ, പക്ഷേ ഇവിടെ നമ്മൾ എഫിൽ പറഞ്ഞാൽ ഐസോമോർഫിക് ടു സെഡ് പി ആണ്, അപ്പോൾ പി എലിമെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ ടോട്ടലി നമുക്ക് 20 എലിമെൻറ്റ്സ് വരും, പി പവർ എൻ എലിമെൻറ്റ്സ് വരും. ഓക്കെ, പി പവർ എൻ എലിമെൻറ്റ്സ് ഉണ്ടാവും ഇയിൽ. അങ്ങനെയാണ് നമുക്ക് ഈ പ്രൂഫ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഫൈനൈറ്റ് ഫീൽഡാണ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് പി എടുത്തു, പിന്നെ നമ്മൾ റിസൾട്ട് ഉപയോഗിച്ചു, നമ്മൾ പണ്ട് പ്രൂവ് ചെയ്ത റിസൾട്ട് ഉപയോഗിച്ചു. അതായത് ക്യാരക്ടറിസ്റ്റിക് പി ഉള്ള ഫീൽഡ് ആണെങ്കിൽ അതിനൊരു സബ് ഫീൽഡ് ഉണ്ടാവും ഐസോമോർഫിക് ടു സെഡ് പി, അത് നമ്മൾ എഫ് എന്ന് എടുത്തു. അപ്പോൾ ഒബിയസ്ലി ഇ ഇസ് എഫ് ഇസ് എ സബ് ഫീൽഡ് ഓഫ് ഇ, സോ വി ക്യാൻ ഓൾസോ വ്യൂ എ ഫീൽഡ് ഓവർ സബ് ഫീൽഡ് ആസ് എ വെക്ടർ സ്പേസ് അല്ലേ. ആൻഡ് since E is a finite field over this field F which is also finite, അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, അതൊരു വെക്ടർ സ്പേസ് ആണെങ്കിൽ ഡയമെൻഷൻ എക്സിസ്റ്റ് ചെയ്യും. ആ ഡയമെൻഷൻ ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും, സേ എൻ എടുത്തു. ഇനി ഈ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ, സോറി അങ്ങനെയല്ല, നമുക്കിപ്പോൾ കിട്ടിയത് വെച്ചാൽ ഡയമെൻഷൻ ഓഫ് ഇ ഓവർ എഫ് നമുക്ക് എൻ കിട്ടി. സോ വാട്ട് വി ഹാവ് ഈസ് ആക്ച്വലി nothing but E is actually a finite extension of F. അതിന് ഇക്വലൻ്റ് ആണ് ഈ സംഭവം. നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, E is a finite extension of F എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ പ്രീവിയസ് റിസൾട്ട് ഉപയോഗിക്കുക, തൊട്ടുമുമ്പ് പ്രൂവ് ചെയ്ത തിയറം ഉപയോഗിക്കുക. അതിൽ നമ്മൾ എഫിൻ്റെ ഓർഡർ പി ആണ്, ഐസോമോർഫിക് സെറ്റ് പി അതിനെ കൊണ്ട് അതിലാകെ പി എലിമെൻറ്റ്സ് ഉണ്ടാവുള്ളൂ. അപ്പം ആ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് നമ്മൾ ഇപ്പോഴത്തെ ഇയിൽ പി റേസ് ടു എൻ എലിമെൻറ്റ്സ് ഉണ്ടാവുമെന്ന് കിട്ടും. ദെയർഫോർ ഓർഡർ ഓഫ് ഇ, when I write like this I mean the number of elements in E. Okay, number of elements in E ആണ് ഉദ്ദേശിക്കുന്നത്. So it is equal to p power n. So that is a proof. Okay, so remaining we'll see in the next class. Okay.
സോ താങ്ക് യു.